ഇന്ന് നമുക്ക് സമുദ്രകനിയും ശിവതയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന തടയം എന്ന സസ്പെൻസ് ത്രില്ലർ തമിഴ് വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ആന്ധ്ര തമിഴ്നാട് ബോർഡറിൽ തുടരെയായി ഭാര്യ ഭർത്താക്കന്മാർ കൊല ചെയ്യപ്പെടുന്നു. കൊല ചെയ്ത ശേഷം കൊലയാളി ഭാര്യയുടെ താലിമാലയും ഭർത്താവിന്റെ അരഞ്ഞാണവും അറുത്തു കൊണ്ടുപോകും. തുടരെ നടക്കുന്ന കൊലപാതകം അന്വേഷിക്കുവാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരായ അധിയമനും ലക്ഷ്മിയും എത്തുകയാണ്. ഒരു തരത്തിലുമുള്ള ഫിംഗർ പ്രിന്റ്സോ ഒന്നും തന്നെ കൊലയാളിയെ അവശേഷിപ്പിച്ചിട്ടേയില്ല. ആരായിരിക്കും ഇതിനു പിന്നിൽ? കൊല ചെയ്യാനുള്ള കാരണമെന്ത് എന്നൊക്കെ അറിയണ്ടേ? ഇതൊക്കെ അവസാനം ലക്ഷ്മിയും അധിയമനും കണ്ടെത്തുകയാണ്. അതെന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സീരീസിന്റെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ 1995 കാലഘട്ടം ആന്ധ്ര തമിഴ്നാട് ബോർഡറാണ് കാണിക്കുന്നത്. അർദ്ധരാത്രി ഒരാൾ ഓടി വരികയാ. അയാളെ ഒരു കൂട്ടം ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ടെത്തുന്ന അയാളാണെങ്കിൽ ഒരു പോലീസ് ജീപ്പിന് മുന്നിലേക്കാണ് വന്ന് വീഴുന്നതും. അതിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥനും ഇറങ്ങി വരുന്നു. തന്നെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രക്ഷിക്കുമെന്ന് അയാൾ കരുതി. പക്ഷേ അയാൾക്ക് അവിടെ തെറ്റി. ആ പോലീസ് ഉദ്യോഗസ്ഥനും അയാളെ കൊല്ലുവാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം ഒരുപാട് പേരുമുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അയാളെ ക്രൂരമായി കൊല്ലുകയാ. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് 1999 കാലഘട്ടം തിരുത്തണ്ണി എന്ന ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കഥാനായകനായ അധിയമൻ. അധിയമനാണെങ്കിലോ പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റുള്ള ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന സമയം ആ ഗ്രാമത്തിലെ തന്നെ ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും മരണപ്പെട്ട് കിടക്കുന്ന വിവരം അധിയമൻ അറിയുന്നു. ഉടനെ തന്നെ അധിയമനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തുകയാണ്. അവിടെ കാണുന്ന കാഴ്ച, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട രീതിയിലാണ് ആ ഒരു ഭാര്യയും ഭർത്താവും കിടക്കുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ അത് കൊലപാതകമാണെന്ന് അധിയമന് മനസ്സിലായി. അവിടെ ആകെ രക്തം വാർന്നു കിടക്കുകയാ. വിശദമായ പരിശോധനയിൽ നിന്നും കൊലയാളി ആ ഒരു ഭാര്യയുടെ താലിമാലയും ഭർത്താവിന്റെ അരഞ്ഞാണവും മാത്രമാണ് കൊണ്ടുപോയതെന്നും, മാത്രവുമല്ല ബ്ലഡ് ഉപയോഗിച്ച് അവിടുത്തെ ഭിത്തിയിൽ ഒരു ചോദ്യചിഹ്നവും ഇട്ടിരിക്കുന്നത് അധിയമൻ ശ്രദ്ധിക്കുന്നു. അതിൽ നിന്നും അധിയമൻ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ കൊണ്ടൊന്നും കൊലപാതകം അവസാനിക്കാൻ പോണില്ല, ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നതിന്റെ സൂചനയാണ് ആ ഒരു ചോദ്യചിഹ്നവും. എന്നാൽ മറ്റൊരു വശത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പുതുതായി ചാർജ് എടുക്കുവാനായിട്ട് ലക്ഷ്മി എന്ന പോലീസ് ഉദ്യോഗസ്ഥ എത്തുകയാ. ലക്ഷ്മിയുടെ അച്ഛനാണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ലക്ഷ്മിയുടെ അച്ഛൻ സർവീസിലിരിക്കുന്ന സമയം മരണപ്പെട്ടത് കൊണ്ട് തന്നെ ആ ജോലി ലക്ഷ്മിക്കും കിട്ടി. ദേ ഇപ്പോൾ ഡ്യൂട്ടിയിൽ ചാർജ് എടുക്കുവാനായി എത്തിയിരിക്കുക. ലക്ഷ്മി ചാർജ് എടുത്ത അതേ ദിവസം തന്നെയായിരുന്നു തന്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരമ്മ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന SIയോട് വന്ന് കംപ്ലൈന്റ് കൊടുത്തതാ. പക്ഷേ SI ഇത് മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാണ് അവർ കരയുന്നതും. അതേ സമയമായിരുന്നു അധിയമൻ അവിടേക്ക് വരുന്നത്. അധിയമനെ കാണുന്ന ലക്ഷ്മി, എന്താ അധിയമൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാൻ അറിയില്ല എന്ന് ചോദിച്ച് അധിയമനെ വഴക്ക് പറയുന്നു. അധിയമൻ ഉടനെ തന്നെ ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയിട്ട് വിവരം അന്വേഷിക്കുന്നു. തന്റെ കുട്ടിയെ കാണാനില്ല എന്ന് അവർ പറയുമ്പോൾ നിങ്ങളുടെ ഭർത്താവും കുഞ്ഞുമെല്ലാം സേഫ് ആണെന്ന് പറഞ്ഞ് ആ സ്ത്രീയെയാണ് അധിയമൻ വഴക്ക് പറയുന്നത്. ഇതെല്ലാം ലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ട്. കംപ്ലൈന്റ് കൊടുക്കുവാൻ വന്ന സ്ത്രീയെ എന്തിനധിയമൻ വഴക്ക് പറയുന്നുവെന്നാൽ, സത്യത്തിൽ ആ സ്ത്രീക്ക് മറ്റൊരാളുമായിട്ട് അഫെയർ ഉണ്ട്. അതിനെ ചൊല്ലി അവരുടെ വീട്ടിൽ എന്നും പ്രശ്നമായിരുന്നു. ആ ഒരു പ്രശ്നം കാരണമാണ് ഇപ്പോൾ ദേ ആ സ്ത്രീ അവരുടെ കുഞ്ഞിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞെത്തിയിരിക്കുന്നത്. അധിയമൻ ആ ഒരു പ്രശ്നം സംസാരിച്ച് കോംപ്രമൈസ് ആക്കി വിടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ലക്ഷ്മി ശ്രദ്ധിക്കുക. ലക്ഷ്മിയുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുക. ഉടനെ തന്നെ വിവാഹവും കാണും. അങ്ങനെ അടുത്ത ദിവസം ആദ്യം കൊലപാതകം നടന്ന അതേ പാറ്റേണിൽ തന്നെ അടുത്ത 2 കൊലപാതകം കൂടി നടക്കുകയാ. ഒരു ഭാര്യയും ഭർത്താവുമാണ് മരണപ്പെട്ടിരിക്കുന്നതും. സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട്. ഒരേ പാറ്റേണിൽ കൊല നടത്തുന്ന ഒരു സൈക്കോയാണ് ഇതിന് പിന്നിലെന്നും പോലീസുകാർക്ക് മനസ്സിലായി. എന്നാൽ അവിടേക്ക് എത്തുന്ന ലക്ഷ്മിയാണെങ്കിൽ അധിയമനെയാണ് ശ്രദ്ധിക്കുന്നത്. അധിയമനാണെങ്കിലോ വലിയ കാര്യമായിട്ട് കേസ് അന്വേഷിക്കുന്നതിനോട് താല്പര്യമൊന്നും കാണിക്കാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാ. ലക്ഷ്മി അങ്ങനെ അധിയമനെ ശ്രദ്ധിക്കുവാനായിട്ട് കാരണമെന്തെന്നാൽ, അവിടേക്ക് എത്തുന്ന DSP ആണെങ്കിൽ ലക്ഷ്മിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അധിയമനും ഈ DSPയും ഒരേ റാങ്കിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ DSP ആണെങ്കിലോ പ്രൊമോഷൻ കിട്ടിപ്പോയി. പക്ഷേ അധിയമൻ ഇപ്പോഴും SI ആയിട്ട് തന്നെ തുടരുകയാ. അതിനുള്ള കാരണം, ഈ അധിയമന് ജോലിയോടൊന്നും വലിയ താല്പര്യമേ ഇല്ല. എപ്പോൾ നോക്കിയാലും സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള ചായക്കടയിൽ പോയി ചായയും കുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രൊമോഷൻ കിട്ടാതെ ആ ഒരു പോസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ള കാര്യം ലക്ഷ്മിയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എപ്പോഴും ലക്ഷ്മിയുടെ മനസ്സിൽ അധിയമൻ ഈ ഒരു ജോലിക്ക് ഒട്ടും തന്നെ യോഗ്യതയില്ലാത്തവൻ എന്നൊരു മട്ടിലാണ് അധിയമനെ കാണുന്നതും. ആ ഒരു കാരണം പറഞ്ഞ് ലക്ഷ്മി എപ്പോഴും അധിയമനെ വഴക്ക് പറയാറുമുണ്ട്. എന്നത്തെയും പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ലക്ഷ്മി വീട്ടിലേക്ക് പോവുകയായിരുന്നു. അധിയമന്റെ വീട് കടന്നു വേണം ലക്ഷ്മിക്ക് പോകുവാനായിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അധിയമൻ തന്റെ വീടിന് മുന്നിലിരുന്ന്
കുറച്ചു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ലക്ഷ്മി കാണുന്നു. ഇതെന്താ അധിയമ്മൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് ലക്ഷ്മി ഡ്രൈവറിനോട് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നത്, DSP പറഞ്ഞതൊന്നും മാഡം വിശ്വസിക്കരുത്. അവർ പറഞ്ഞതുപോലെയല്ല അധിയമ്മൻ. അധിയമ്മൻ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാ. DSP ഇന്നീ റാങ്കിലിരിക്കുന്നതിന് കാരണവും അധിയമ്മൻ തന്നെയാണ്. ഓരോ കേസും നല്ല കാര്യക്ഷമമായിട്ട് അന്വേഷിച്ച് അതെല്ലാം തെളിയിക്കുന്നത് അധിയമ്മനാണ്. എന്നാൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാം എടുക്കുന്നത് DSPയും. അവരെല്ലാവരും ഒരു ഏണി പോലെ അധിയമ്മനെ യൂസ് ചെയ്തു. എന്നിട്ട് അവർ അത് ചവിട്ടിക്കയറി പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അധിയമ്മൻ ഇന്നും ഈ ഒരു SI റാങ്കിൽ തന്നെയാണ് കിടക്കുന്നത്. അവർ അതിനുള്ള കാരണം പറയുന്നത് അധിയമ്മൻ എപ്പോഴും ചായക്കടയിൽ പോയിരുന്നു ചായ കുടിക്കുമെന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കൊലപാതകങ്ങളും അധിയമ്മൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടുപിടിച്ച് കാണും. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അധിയമ്മൻ കണ്ടുപിടിക്കും. ഇതുവരെയുള്ള എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണ് അധിയമ്മൻ തെളിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ സ്വഭാവങ്ങളൊക്കെ കാരണം അധിയമ്മൻ ജോലി രാജിവെച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഉടനെ അത് ചെയ്യുമെന്നുള്ള കാര്യവും ഡ്രൈവർ പറയുന്നു. ഇത്രയും നാള് ലക്ഷ്മിക്ക് അധിയമ്മനെ കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഡ്രൈവർ ഈ ഒരു കാര്യം പറഞ്ഞതിലൂടെ ലക്ഷ്മിക്ക് അത് മാറുകയാണ്. അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് എത്തിയ ലക്ഷ്മി ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് അധിയമ്മനോട് ചോദിക്കുന്നു. അധിയമ്മൻ തന്റെ കണ്ടെത്തലുകളെല്ലാം കൃത്യമായിട്ട് പറയുകയാണ്. ഇതുവരെ നടന്ന 4 കൊലപാതകങ്ങളിലും കൊലയാളികൾ ഒരു ഫിംഗർ പ്രിന്റ്സോ അങ്ങനെ ഒരു തെളിവുകളോ അവശേഷിപ്പിച്ചിട്ടേയില്ല. മാത്രവുമല്ല കൊല ചെയ്തതിനു ശേഷം വിവാഹിതയായ സ്ത്രീകളുടെ താലിമാലയാണ് കൊണ്ടുപോയിരിക്കുന്നതും. കൂടാതെ ഒരു ചോദ്യചിഹ്നവും ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം ഇനിയും കൊലപാതകം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. മാത്രമല്ല ഇതിനു പിന്നിൽ ഒരാളല്ല, 2 പേർ ചേർന്നാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്നും തന്റെ കണ്ടെത്തലുകൾ കൃത്യമായിട്ട് അധിയമ്മൻ പറയുന്നു. അത് കേട്ട് ലക്ഷ്മി അതിശയിച്ചു പോവുകയാണ്. ഒരു കാര്യത്തിന് ഉപയോഗമില്ല എന്ന് കരുതിയിരുന്ന അധിയമ്മൻ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നല്ലോ എന്നാണ് ലക്ഷ്മി ചിന്തിക്കുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് ആന്ധ്രയിലുള്ള 2 പേരെ കാണിക്കുക. ഇവർ 2 പേരുമാണ് യഥാർത്ഥത്തിൽ ആ സൈക്കോ കില്ലേഴ്സ്. അവർ ആ ഗ്രാമത്തിലെ ചെറിയ ചെറിയ മോഷണമൊക്കെ നടത്തിയതിനു ശേഷം അവരെ പോലീസ് പിടിക്കുമ്പോഴോ സ്റ്റേഷനിൽ വന്ന് ഒപ്പക്കിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നാൽ ഇവരുടെ മനസ്സിൽ വലിയ മറ്റൊരു പ്ലാനുണ്ട്. ആ പ്ലാനുകളാണ് ഇപ്പോൾ ആരും അറിയാതെ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നതും. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് DSP എത്രയും വേഗം ഈ ഒരു കേസ് തെളിയിക്കണമെന്നും ലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പുതിയൊരു ടീമിനെ രൂപീകരിക്കുവാനായിട്ടും ലക്ഷ്മിയോട് പറയും. എന്നാൽ ലക്ഷ്മി ആ ഒരു ടീമിൽ അധിയമ്മൻ വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ അതിന് DSP അനുവദിക്കുന്നതേയില്ല. എന്തിനാ അധിയമ്മൻ? അവൻ എപ്പോഴും ഒരു കാര്യക്ഷമതയും ഇല്ലാതെ ആ ചായക്കടയിൽ പോയി ചായയും കുടിച്ചിരിക്കുന്ന അവനെ എന്തിനാ ഇതിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല സാർ, നമ്മൾ കരുതിയതുപോലെയല്ല. ഈ കേസിൽ ഒരുപാട് കാര്യങ്ങൾ അധിയമ്മൻ കണ്ടെത്തിയിട്ടുണ്ട്. അധിയമ്മന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ കേസ് തെളിയിക്കാനാകുമെന്നും ലക്ഷ്മി പറയും. അങ്ങനെ ലക്ഷ്മിയും അധിയമ്മനും 2ാമത് കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ മാകെ അന്വേഷിക്കുന്ന സമയത്ത് അധിയമ്മന് ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം കിട്ടുന്നു. ആദ്യത്തെ കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും യാതൊരുവിധ തെളിവും അവർക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ 2ാമത്തെ കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ചെറിയൊരു പേപ്പർ കഷ്ണം കിട്ടിയിരുന്നു. അതിൽ തെലുങ്കിലാണ് എഴുതിയിരിക്കുന്നത്. കൊലയാളിയുടെ കയ്യിൽ നിന്നും വീണതായിരിക്കാം ഈ ഒരു പേപ്പർ കഷ്ണം. അവർ ചിലപ്പോൾ ആന്ധ്രയിലുള്ളവരായിരിക്കാമെന്നും അധിയമ്മൻ പറയുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി 4 വർഷങ്ങൾക്ക് മുൻപാണ് കാണിക്കുന്നത്. അതായത് 1995 കാലഘട്ടം. സിനിമയുടെ തുടക്കത്തിൽ ഒരാളെ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ കൊല്ലുന്നത് കാണിച്ചില്ലേ? അത് യഥാർത്ഥത്തിൽ ആ ഗ്രാമത്തിന്റെ തലവനായിരുന്നു. ഗ്രാമത്തലവനെ കൊന്നതിന്റെ ആ ഒരു കേസന്വേഷണം എത്തിയിരിക്കുന്നത് ഗ്രാമത്തലവനെ കൊന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തന്നെയാണ്. എത്രയും വേഗം കൊലപാതകിയെ കണ്ടെത്തണമെന്ന് മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാകുവാനായും തുടങ്ങി. എങ്ങനെയെങ്കിലും ആരെയെങ്കിലും കണ്ടെത്തി അവരുടെ തലയിൽ കേസ് കെട്ടിവെക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നു. അങ്ങനെ വരുന്ന വഴിയിലാണ് സഹോദരങ്ങളായ സൂര്യനാരായണനെയും ശിവകുമാർ നാരായണനെയും പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നത്. അവർ 2 പേരും തന്റെ കുടുംബത്തോടൊപ്പം നടന്നു വരികയായിരുന്നു. അവരെ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ നിർബന്ധിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയുണ്ടായി. അച്ഛനും അമ്മയും സഹോദരിയും ഒരുപാട് കരയുന്നു. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് 2 പേരെയും ഒരുപാട് ഉപദ്രവിക്കും. അതിനുശേഷം കേസ് ഏറ്റെടുക്കണമെന്നൊക്കെ അവരോട് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലേക്ക് വന്ന അച്ഛനെയും അമ്മയും സഹോദരിയും അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു. സ്റ്റേഷനിൽ വെച്ച് അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഡ്രസ്സ് മുഴുവൻ അഴിപ്പിക്കുന്നു. കൂടാതെ അച്ഛന്റെ അരഞ്ഞാണം വരെയും അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ ഒരുപാട് ഉപദ്രവിക്കും. അത് കണ്ട് സഹിക്കാനാകാത്ത സൂര്യനാരായണനും ശിവകുമാർ നാരായണനും ആ ഒരു കേസ് സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് അവർ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്നതും. ഈ
ഒരു കാരണം കൊണ്ടാകാം ചിലപ്പോൾ അവർ സൈക്കോയായി മാറിയത്. അതോ ഇതിന് പിന്നിൽ വേറെ വല്ല കാരണവുമുണ്ടോ എന്ന് പോകെ പോകെ മനസ്സിലാകും. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് അധിയമ്മനെയും ലക്ഷ്മിയുമാണ്. അവർക്ക് ചെറിയൊരു പേപ്പർ കഷ്ണം കിട്ടിയില്ലേ തെലുങ്കിൽ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആന്ധ്രയിലേക്ക് പോയി അന്വേഷിക്കണമെന്നും അധിയമ്മൻ പറയുന്നു. അടുത്ത ദിവസം അധിയമ്മനും ലക്ഷ്മിയും നേരെ എത്തുന്നത് ആന്ധ്രയിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളുടെ അതേ പാറ്റേണിൽ ആന്ധ്രയിൽ വല്ല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ ഒരു കെട്ട് ഫയൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഏകദേശം 79 കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ആകെ 4 കൊലപാതകങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത്. അതിനു മുൻപായിട്ട് അവർ 79 കൊലപാതകം നടത്തിയിട്ടാണ് തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്നും അധിയമ്മന് മനസ്സിലായി. 79 കൊലപാതകങ്ങൾ നടന്നിട്ടും നിങ്ങൾ ഇതുവരെയും കൊലയാളിയെ കണ്ടെത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ 4 കൊലപാതകങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നടന്നല്ലോ, എന്നിട്ട് നിങ്ങളെന്താ കൊലപാതകയെ കണ്ടുപിടിക്കാത്തതെന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു ചോദിക്കുന്നു. ഞങ്ങൾ ആ ഒരു കേസ് അന്വേഷിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ നാട്ടിൽ വരെ ഞങ്ങൾ കേസ് അന്വേഷിച്ചെത്തിയത്. നിങ്ങൾ അങ്ങനെ പോലും ചെയ്തില്ലല്ലോ എന്നും അധിയമ്മൻ ചോദിക്കുന്നു. ഇവർ തർക്കിച്ചു കൊണ്ടു നിൽക്കുന്ന അതേ സമയത്തായിരുന്നു കൊലപാതകയെ പിടികൂടിയെന്ന് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നത്. അതേ പാറ്റേണിൽ ഒരു കൊല കൂടി നടന്നിരിക്കുന്നു. കൊലപാതകയെ കൈയോടെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുക. പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ അയാളെ ഒരുപാട് തല്ലും. എന്നാൽ അത് കാണുന്ന അധിയമ്മനാണെങ്കിൽ യഥാർത്ഥ കൊലയാളി ഇയാളല്ല. ഇങ്ങനെ ഒരു പാറ്റേണിൽ കൊല നടക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ശത്രുതയുള്ള ആളിനെ അതേ പാറ്റേണിൽ അയാൾ കൊന്നു. യഥാർത്ഥ കൊലയാളിയാണ് കൊല ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സ്ത്രീയുടെ താലിമാലയും പിന്നെ പുരുഷന്റെ അരഞ്ഞാണവും മറുത്തെടുത്തിട്ടുണ്ടാകും. എന്നാൽ ഈ ഒരു കൊലപാതകത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ എന്നും അധിയമ്മൻ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ കൊലയാളി പറയുന്നത് അതെ സത്യമാ, അവരുടെ സ്വത്തെല്ലാം തട്ടിയെടുത്തു എന്നെ തെരുവിലിറക്കി. അതിന്റെ ദേഷ്യത്തിലാ ഞാൻ അവരോട് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന ആ ഒരു കൊലപാതകങ്ങളുടെ അതേ പാറ്റേൺ തന്നെ കൊല ചെയ്തിട്ട് കൊലയാളിയുടെ തലയിൽ ഇടാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എന്നെ പൊക്കിയെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരുപാട് കരയുന്നു. മാത്രവുമല്ല ഇതുവരെ നടന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഞാനല്ല എന്നും അയാൾ പറയുകയാണ്. ലക്ഷ്മിക്ക് നാട്ടിൽ നിന്ന് കോള് വന്നതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അധിയമ്മൻ ആന്ധ്രയിൽ നിന്ന് കേസിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അധിയമ്മൻ ആന്ധ്രയിൽ തന്നെ നിൽക്കുകയാണ്. ലക്ഷ്മി നാട്ടിലേക്ക് എത്തിയ സമയത്ത് വീണ്ടും അടുത്തൊരു കൊലപാതകവും കൂടി നടന്നിരിക്കുന്നു. അതോടുകൂടി ഗ്രാമവാസികൾ പോലീസിന് നേരെ തിരിയുക. എന്നാൽ പോലീസുകാരാണെങ്കിൽ ഗ്രാമവാസികളോട് പറയുന്നത് രാത്രികാലങ്ങളിൽ ആരും അധികം പുറത്തേക്കിറങ്ങി നടക്കരുത്. അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ എല്ലാവരുടെയും കൈവശം പന്തമോ അങ്ങനെ വലുതും വേണം. എല്ലാവരും അലർട്ടായിരിക്കണം. ഈ ഒരു കൊലപാതകയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണമെന്നുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഗ്രാമവാസികളോട് ഇവർ സംസാരിക്കുന്നതെല്ലാം ഗ്രാമവാസികളുടെ കൂട്ടത്തിൽ നിന്ന് സൂര്യനാരായണനും ശിവകുമാർ നാരായണനും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് രാത്രി സമയം പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം പോവുകയായിരുന്നു അധിയമ്മൻ. എന്നാൽ അവരുടെ വണ്ടിയിലെ പെട്രോൾ തീർന്നു പോകുന്നത് കൊണ്ട് തന്നെ വണ്ടി സ്റ്റോപ്പായി പോകും. ഈ രാത്രി നമ്മൾ ഇന്ന് എവിടെ തങ്ങാനാന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ദൂരെ ഒരു വീട്ടിലെ ലൈറ്റ് എരിയുന്നത് അധിയമ്മൻ കാണുന്നത്. ആ വീട്ടിലേക്ക് അധിയമ്മൻ എത്തുന്നു. വീടിന്റെ വാതിൽ തുറന്നിറങ്ങി വന്നത് വയസ്സായ ഒരു സ്ത്രീയായിരുന്നു. ഞങ്ങളുടെ വണ്ടിയിലെ പെട്രോൾ തീർന്നു, ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിക്കോട്ടെ, നാളെ രാവിലെ പോകാമെന്ന് അധിയമ്മൻ പറയുന്ന സമയത്തായിരുന്നു അകത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഫിക്സ് വന്ന് തറയിൽ വീഴുന്നത്. ഉടനെ തന്നെ അധിയമ്മൻ പോയിട്ട് ചാവി എടുത്തു കൊടുത്ത് പെൺകുട്ടിയെ രക്ഷിക്കുന്നു. പോലീസിനെ കണ്ട് പേടിച്ച് ഫിക്സ് വന്നതാണെന്ന് അധിയമ്മന് മനസ്സിലായി. ഇത് വേറൊന്നുമല്ല, പേടിച്ച് ഫിക്സ് വന്നതാ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശിയോട് പറയും. നിങ്ങൾ ദൈവത്തെ പോലെ വന്ന അവളെ രക്ഷിച്ചതെന്നും മുത്തശ്ശി അവരോട് നന്ദി പറയുന്നു. അന്നൊരു ദിവസം അവിടെ തങ്ങുവാനായിട്ടും അധിയമ്മനോട് പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അധിയമ്മനും കൂടെയുണ്ടായിരുന്ന ഡ്രൈവറും പോകുവാനായി ഇറങ്ങുന്നു. എന്നാൽ അവിടേക്ക് രണ്ടുപേരെത്തുകയാണ്. ആ രണ്ടുപേർ മറ്റാരുമല്ലായിരുന്നു, സൂര്യനാരായണനും ശിവകുമാർ നാരായണനുമാണ്. അതായത് ആ സൈക്കോ കൊലയാളികൾ. അവർ രണ്ടുപേരും അധിയമ്മനെ കണ്ടതും ഞെട്ടിപ്പോകും. മുത്തശ്ശി അപ്പോൾ അവരോട് പറയുന്നത് ഇന്നലെ രാത്രി ഇവിടെ വന്ന പോലീസുകാരാ, അവരുടെ വണ്ടിയിലെ പെട്രോൾ തീർന്നു പോയെന്ന്. ദേ അവൾക്ക് ഫിക്സ് വന്നു, അവളെ രക്ഷിച്ചത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ, ദൈവത്തെ പോലെ വന്ന അവളെ രക്ഷിച്ചതെന്നും മുത്തശ്ശി അവരോട് നന്ദി പറയും. ആണോ, എങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്നും സൂര്യനാരായണനും ശിവകുമാർ നാരായണനും പറയും. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രണ്ടുപേർക്കും അവർ ആഹാരവും കൊടുക്കുന്നു. പക്ഷേ അപ്പോഴും അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ നമ്മളെക്കുറിച്ച് വല്ലതും മറിഞ്ഞിട്ടായിരിക്കുമോ ഈ പോലീസുകാർ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈ രണ്ട് പോലീസുകാരെയും കൊല്ലണമെന്നും അവർ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കൈ കഴുകുവാനായി പോവുകയായിരുന്നു അധിയമ്മൻ. അധിയമ്മന് പിന്നാലെ സൂര്യനാരായണൻ അധിയമ്മന്റെ തലക്കടിച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു വലിയ ആയുധവുമായി എത്തുകയാണ്. അതേ സമയമായിരുന്നു അധിയമ്മൻ സൂര്യനാരായണനോട് ഒരു കാര്യം പറയുന്നത്. ഈ രാത്രി സമയത്തൊന്നും നിങ്ങളുടെ സഹോദരിയെ തനിച്ചാക്കി ഇങ്ങനെ പോകരുത്. ഒന്നാമത് ആ കുഞ്ഞിന് ഫിക്സ് ഉള്ളതാ, അവളെ നല്ലൊരു ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നു. മാത്രവുമല്ല പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ,
അവളെ എത്രയും വേഗം വിവാഹം കഴിപ്പിച്ചു വിടുന്ന കാര്യവും നോക്കണമെന്നും സൂര്യനാരായണനോട് പറയുന്നു. അത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ കൊല്ലണമെന്ന ആ ഒരു ഉദ്ദേശം ഉപേക്ഷിക്കുകയാണ് സൂര്യനാരായണൻ. എന്നാൽ മറ്റൊരു വശത്ത് തമിഴ്നാട്ടിൽ വീണ്ടും അടുത്ത 2 കൊലപാതകങ്ങൾ നടക്കുകയാ. എന്നാൽ ഇത്തവണ ഭർത്താവിനെ കൊന്നതിന് ശേഷം ഭാര്യയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിരിക്കുകയാ. ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ അവിടെയുണ്ടായിരുന്ന ചോളക്കാട്ടിലെ ബൊമ്മയ്ക്ക് പകരം ഭാര്യയെ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്നതായിട്ട് പോലീസുകാർ കണ്ടെത്തുന്നു. പക്ഷെ അവർ മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. ചോളക്കാട്ടിൽ നടക്കുന്ന പോലീസുകാരുടെ അന്വേഷണമെല്ലാം ദൂരെ നിന്ന് മാറി കാണുകയാണ് സൂര്യനാരായണനും ശിവകുമാർ നാരായണനും. പറ്റുമെങ്കിൽ ഞങ്ങളെ വന്ന് കണ്ടുപിടി എന്നുള്ള മട്ടിലാണ് ആ ഒരു ഭാര്യയെ കൊല്ലാതെ വിട്ടിരിക്കുന്നതെന്നുള്ള കാര്യം ലക്ഷ്മിക്ക് മനസ്സിലായി. മറ്റൊരു വശത്ത് അധിയമ്മനാണെങ്കിലോ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിലെല്ലാം എന്തായിരിക്കും കാരണമെന്ന് അന്വേഷിക്കുക. ഇതിന്റെ എല്ലാത്തിന്റെയും ആരംഭം കണ്ടെത്തണമെന്നും അധിയമ്മൻ തീരുമാനിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ആ ഗ്രാമത്തലവൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നതെന്നും അതിന്റെ പേരിൽ 2 പേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അവരുടെ പേര് സൂര്യനാരായണൻ എന്നും ശിവകുമാർ നാരായണൻ എന്നും അധിയമ്മൻ കണ്ടെത്തുകയാണ്. പക്ഷേ അധിയമ്മന് ഇവർ 2 പേരും ആരാണെന്ന് അറിയത്തില്ലല്ലോ. പേര് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. അതേസമയം ആ നാട്ടിലെ പോലീസുകാരെ എല്ലാവരെയും ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മോഷണ കുറ്റങ്ങളൊക്കെ ചെയ്ത് അകത്താവുകയാണ് സൂര്യനാരായണനും ശിവകുമാർ നാരായണനും. അങ്ങനെ ഒരു കോഴി മോഷണ കേസിൽ 2 പേരെയും പോലീസുകാർ പിടികൂടിയിരിക്കുകയാണ്. കോഴിയൊക്കെ മോഷ്ടിച്ചതിന് കേസോ? 2 പേരെയും പറഞ്ഞുവിട്. പക്ഷേ പറഞ്ഞുവിടുന്നതിന് മുൻപ് 2 പേരുടെയും ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് വേണം പറഞ്ഞുവിടാനെന്നും അധിയമ്മൻ പറയുന്നു. അങ്ങനെ അവരുടെ 2 പേരുടെയും ഫിംഗർ പ്രിന്റ് എടുത്തിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞുവിടുന്നത്. അതേസമയമായിരുന്നു ലക്ഷ്മി ഇപ്പോൾ അവസാനം നടന്ന കൊലപാതകത്തിൽ നിന്നും കൊലപാതകിയുടെ ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയെന്ന് പറയുന്നു. ആ ഫിംഗർ പ്രിന്റ് ഏകദേശം കേസുള്ള എല്ലാവരുടെയും ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ആകുമോ എന്ന് നോക്കി. പക്ഷേ ആരുമായിട്ടും മാച്ച് ആകുന്നില്ല. അവസാനം അധിയമ്മനാണെങ്കിലോ ഈ കോഴിക്കേസിൽ പിടികൂടിയിട്ടുള്ള 2 പേരില്ലേ അവരുടെ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ടത് മാച്ച് ആകുന്നുണ്ട്. അപ്പോൾ ഇവരാണ് കൊലയാളി, ഇതാണ് സൂര്യനാരായണനും ശിവകുമാർ നാരായണനെന്നുമുള്ള കാര്യം അധിയമ്മന് മനസ്സിലായി. ഈയൊരു വിവരം ഗ്രാമത്തലവനെ കൊന്ന മോശമായ പോലീസ് ഉദ്യോഗസ്ഥനില്ലേ അയാൾ അറിയുകയാണ്. ഗ്രാമത്തലവനെ കൊന്നതിന് ശേഷമാണ് ഇങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നതെന്നും അതിനു പിന്നിൽ ഈ 2 പേരാണെന്നുമുള്ള കാര്യം അറിഞ്ഞതോടുകൂടി ഈ ഒരു കേസ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ താനും പെടും. അതിനു മുൻപായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും പോലീസ് ഉദ്യോഗസ്ഥന് തീരുമാനിക്കുന്നു. എന്നാൽ അതേസമയം തന്നെയായിരുന്നു ഇവന്മാരെ 2 പേരെയും പിടികൂടുന്നതിന് വേണ്ടിയിട്ട് അധിയമ്മൻ അടുത്തൊരു ഐഡിയ ചെയ്യുന്നത്. ഇവരുടെ സഹോദരിയെ അവിടെ നിന്ന് മാറ്റുക. അങ്ങനെയാണെങ്കിൽ സഹോദരി അന്വേഷിച്ച് 2 പേരും വരുമെന്ന് അധിയമ്മന് നന്നായിട്ടറിയാം. സഹോദരിക്ക് ഫിക്സ് ഉള്ളത് കൊണ്ട് തന്നെ അവളെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് അധിയമ്മൻ മാറ്റിയിരിക്കുന്നത്. അതേസമയം 2 സഹോദരന്മാരും കൂടി ആ ഒരു മോശമായ പോലീസ് ഉദ്യോഗസ്ഥനില്ലേ അയാളെ ഇന്ന് രാത്രി കൊല്ലണമെന്നും പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ അതിൽ ഒരു സഹോദരൻ പറയുന്നത്, എന്തായാലും സഹോദരി എവിടെയെന്ന് കണ്ടുപിടിക്കണം. നീ എന്തായാലും സഹോദരി അന്വേഷിച്ചു പോയെന്ന് സൂര്യനാരായണനോടും ശിവകുമാർ ആണെങ്കിലോ പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലുവാനായിട്ടും പോകാമെന്ന് തീരുമാനിച്ച് 2 പേരും 2 വഴിയെ പോകുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ശിവകുമാർ ആണെങ്കിൽ അവിടെയുണ്ടായിരുന്ന പോലീസുകാരുടെ കയ്യിൽ പെടുകയും സൂര്യനാരായണൻ തന്റെ സഹോദരിയെ കാണാൻ വന്ന് അവിടെ വെച്ച് അധിയമ്മനും കൂട്ടരും അവനെ പിടികൂടുകയും ചെയ്തു. ശിവകുമാർ പെട്ടിരിക്കുന്നത് ആന്ധ്ര പോലീസിന്റെ കയ്യിലും സൂര്യനാരായണൻ പെട്ടിരിക്കുന്നത് തമിഴ്നാട് പോലീസിന്റെ കയ്യിലും. അങ്ങനെ അധിയമ്മനാണെങ്കിലോ സൂര്യനാരായണനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യിക്കുക. എന്തിനാ നീ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സൂര്യനാരായണനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. അധികാരത്തിന്റെ പേരില് ഞങ്ങളെ ഒരുപാട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചൂഷണം ചെയ്തു. ഗ്രാമത്തലവനെ കൊന്ന കേസിൽ ഞങ്ങളുടെ തലയിൽ മനഃപൂർവ്വമാണ് ആ ഒരു കേസ് കെട്ടിവെച്ചത്. അതിന് സമ്മതിക്കാത്തതിന്റെ പേരിൽ എന്റെ അച്ഛനെയും അമ്മയും സഹോദരിയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് അപമാനിച്ചു. അവരുടെ വസ്ത്രം വരെ ഊരിവാങ്ങി. അതിൽ മനംനൊന്ത് അച്ഛനും അമ്മയും വീട്ടിലെത്തിയതിനു ശേഷം തന്റെ സഹോദരിയുടെ മുന്നിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. അന്നു മുതലാണ് തന്റെ സഹോദരിക്ക് ഫിക്സ് വന്നതെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അവൻ അധിയമ്മനോട് തുറന്നു പറഞ്ഞു. അച്ഛനും അമ്മയും മരിച്ച വിവരം 2 സഹോദരങ്ങളും അറിയുകയും അവരെ 2 പേരെയും അച്ഛനും അമ്മയ്ക്കും കൊള്ളുവെക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷമാണ് അവർ ജയിലിലേക്ക് പോവുകയും ചെയ്തത്. അന്നു മുതൽ അവരുടെ മനസ്സിൽ നല്ല പ്രതികാരമുണ്ടായിരുന്നു. തങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വരാൻ കാരണമായ പോലീസ് ഉദ്യോഗസ്ഥരെയും മാത്രവുമല്ല ഇവരാണ് ഗ്രാമത്തലവനെ കൊന്നതെന്ന് നാട്ടിലുണ്ടായിരുന്ന 10 പേർ മൊഴി കൊടുക്കുകയും ചെയ്തു. അവരെ നശിപ്പിക്കണമെന്ന് ഈ 2 സഹോദരങ്ങളും തീരുമാനിക്കുകയുണ്ടായി. ആദ്യം അവർ കൊല ചെയ്യുവാനായി ആരംഭിച്ചത് മൊഴി കൊടുത്ത 10 പേരെയും ടാർഗറ്റ് ചെയ്താണ്. ആ 10 പേരെയും അവർ കൊന്നുകളഞ്ഞു.
ഞങ്ങളുടെ കുടുംബമേ നശിച്ചു പോകാനായിട്ട് കാരണം ആ ഗ്രാമമല്ലേ. അതുകൊണ്ടാണ് പിന്നീട് ഗ്രാമത്തിലുള്ള ഓരോരുത്തരെയും കൊല്ലുവാനായിട്ട് തുടങ്ങിയത്. മാത്രവുമല്ല, കൊന്നതിനു ശേഷം ഭാര്യയുടെ താലിമാലയും ഭർത്താവിന്റെ അരഞ്ഞാണവും അറുത്തെടുക്കാൻ കാരണം തന്റെ അച്ഛനെയും അമ്മയും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസുകാർ ദ്രോഹിച്ച സമയത്ത് അമ്മയുടെ താലിമാലയും അച്ഛന്റെ അരഞ്ഞാണവും വരെ അവർ അഴിപ്പിച്ചെടുത്തിരുന്നു. അതിന്റെ ദേഷ്യത്തിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ സൂര്യനാരായണൻ പറയുന്നു. സൂര്യനാരായണൻ പറയുന്നത് കേട്ട് അധിയമ്മന് സങ്കടവും മുക്കി തോന്നുന്നുണ്ട്. ആ ഒരു ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത പ്രവൃത്തികളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നും ഗ്രാമത്തലവനെ എന്തിനായിരിക്കാം കൊന്നതെന്നും അതിനു പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് കണ്ടെത്തണമെന്നും അധിയമ്മന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവൻ തീരുമാനിക്കുന്ന സമയത്തായിരുന്നു ആന്ധ്ര പോലീസിൽ നിന്നും കോള് വരുന്നത്. കൊലപാതകത്തിന് പിന്നിൽ സൂര്യനാരായണനാണെന്നും ശിവകുമാർ നാരായണനാണെന്നും പോലീസുകാർ കണ്ടെത്തിയല്ലോ. ഇനി എന്തിനാണ് അവനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് വിട്ടുതരണമെന്നും ആന്ധ്ര പോലീസ് ആവശ്യപ്പെടും. എന്നാൽ അധിയമ്മന് ഗ്രാമത്തലവന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള കാര്യമെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നാണ്. പക്ഷേ ആന്ധ്ര പോലീസിൽ നിന്ന് നല്ല പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ സൂര്യനാരായണനെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. എൻകൗണ്ടർ ചെയ്യുവാനായിട്ടാണ് സൂര്യനാരായണനെയും ശിവകുമാർ നാരായണനെയും കൊണ്ടുവന്നിരിക്കുന്നതോ ആ ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥനും. ഇതെല്ലാം നടക്കുന്നത് അധിയമ്മന്റെ കൺമുന്നിലാണ്. പക്ഷേ അധിയമ്മൻ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. രണ്ടുപേരെയും എൻകൗണ്ടർ ചെയ്യുവാനായും കൊണ്ടുവന്നിരുത്തിയിരിക്കുക. പക്ഷേ ഇത്തവണ അവർ സമാധാനത്തോടു കൂടിയാണ് മരിക്കുവാനായി പോകുന്നത്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും സുഖമില്ലാത്ത സഹോദരിയെ നന്നായിട്ട് താൻ നോക്കിക്കൊള്ളാമെന്ന് അധിയമ്മൻ അവർക്ക് വാക്ക് നൽകിയിരുന്നു. അതിന്റെ സമാധാനത്തിലാണ് അവർ ഇപ്പോൾ മരിക്കുവാനായി പോകുന്നതും. അങ്ങനെ രണ്ടുപേരെയും എൻകൗണ്ടർ ചെയ്യുകയാണ്. അധിയമ്മന് നല്ല സങ്കടമുണ്ട്. കേസെല്ലാം ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. തമിഴ്നാട്ടിലെ തന്റെ പോലീസ് സ്റ്റേഷനിലേക്കും അധിയമ്മൻ തിരിച്ചെത്തിയിരിക്കുന്നു. ചായക്കടയിലിരുന്ന് പതിവ് പോലെ ചായ കുടിക്കുകയായിരുന്നു അധിയമ്മൻ. അധിയമ്മനടുത്തേക്ക് ലക്ഷ്മിയും എത്തുക. ജോലി മതിയാക്കുവാനായി പോവുകയാണെന്നല്ലേ പറയുന്നത്, അത് വേണോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ ചായ കുടിക്കുകയല്ലേ, ഈ ബിസ്ക്കറ്റ് ഞാൻ ചായയിൽ മുക്കും. ബിസ്ക്കറ്റ് ഒടിയുകയാണെങ്കിൽ ഞാൻ ജോലി മതിയാക്കും. അഥവാ ഒടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൽ തുടരുമെന്നും അധിയമ്മൻ പറയുന്നു. എന്നിട്ട് അധിയമ്മനാണെങ്കിലോ ബിസ്ക്കറ്റ് ചായയിലേക്ക് മുക്കുകയാ. പക്ഷേ ബിസ്ക്കറ്റ് ഒടിഞ്ഞില്ല. അതിൽ നിന്നും അധിയമ്മൻ ഈ ജോലിയിൽ തുടരുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അധിയമ്മൻ വീണ്ടും ജോലിയിൽ തുടരുന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട്. എന്തെന്നാൽ സൂര്യനാരായണനും ശിവകുമാർ നാരായണനും നീതി വാങ്ങിക്കൊടുക്കുക. ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത പ്രവൃത്തികളെല്ലാം പുറത്തു കൊണ്ടുവരണം. ഗ്രാമത്തലവന്റെ ആ ഒരു കേസ് കുത്തിപ്പൊക്കി ഇതിന് പിന്നിലുള്ള എല്ലാവരെയും വേരോടുകൂടി പുറത്തു കൊണ്ടുവരിക. അത് തന്നെയാണ് അധിയമ്മന്റെ ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഡ്യൂട്ടിയിൽ തുടരുന്നത്. അടുത്ത സീസണിലേക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് ആദ്യത്തെ സീസൺ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.